രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന ആരോപണങ്ങൾ കേരളത്തിൽ മാത്രമല്ല ഇപ്പോൾ രാജ്യവ്യാപകമായി ചർച്ച ചെയ്യുകയാണ്. നാഷണൽ ലെവലിൽ തന്നെ വലിയ വാർത്തയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് കോൺഗ്രസിനെ നാഷണൽ ലെവലിൽ ബാധിക്കുക? നാഷണൽ ലെവലിൽ യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ചിത്രീകരിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഒരു ക്ലോസ് എയ്ഡായിട്ടാണ്. BJPയുടെ ഹാൻഡിലുകളൊക്കെ തന്നെ ഷിബിലി അറിയേണ്ടത് രാഹുൽ ആൻഡ് രാഹുൽ എന്ന് പറഞ്ഞാണ്. പിന്നെ എല്ലാ അതിശയിച്ചു പോയവരും എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 45 മണിക്കൂർ ചർച്ചയാണ് ഷിബിലി ടൈംസ് നൗവിൽ നടത്തിയേക്കുന്നത്. അതായത് ഇത്തരത്തിലുള്ള ഒരു വേട്ടക്കാരൻ, മറ്റേ എരവിടിയൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെ ആളുണ്ട്. അപ്പം നിങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വത്തിന് എന്ത് പറയാണ്ടെന്ന് ചോദിച്ചേക്കണം. ഈ സമയം ഏതാണെന്ന് കൂടി ഷിബിലി ആലോചിക്കണം. അതായത് ഇന്ത്യയെ പോലെ ഡെമോക്രസിയെ, ജനാധിപത്യത്തെ അപകടത്തിലാക്കുന്ന വോട്ട് ചോരി എന്ന് പറയുന്ന ഒരു വലിയ വിവാദം ഉയർത്തിക്കൊണ്ട് കോൺഗ്രസും അതുപോലെ രാഹുൽ ഗാന്ധിയും മുന്നോട്ട് പോവുകയും ഇന്ത്യയിലെമ്പാടുമുള്ള വലിയ തോതിൽ ജനങ്ങളിൽ നിന്ന് അതിന് അനുകൂലമായിട്ടുള്ള ഒരു ട്രെൻഡ് ഉണ്ടാവുകയും ആ ട്രെൻഡിൽ തന്നെ യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തെ മറ്റു പാർട്ടികളൊക്കെ തന്നെ, ഇപ്പോൾ മമതാ ബാനർജി ആണെങ്കിലും സ്റ്റാലിൻ ആണെങ്കിലും അല്ലെങ്കിൽ അതുപോലെയുള്ള നിരവധി ആളുകളാണെങ്കിലും അവരുടെയൊക്കെ പാർട്ടിയിലുള്ള ആളുകൾ പോലും, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ പോലും രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ഇന്ത്യയിലെ പ്രതീക്ഷയുടെയും ഒരു പ്രത്യാശയുടെയും കാര്യവുമായി പ്രതിപക്ഷ നേതാവുമായൊക്കെ നോക്കിക്കണ്ടുകൊണ്ട് വലിയ ആവേശമുണ്ടായിരിക്കുന്ന സമയത്ത് 1300 മണിക്കൂർ ഈ പറയുന്ന പോലെ ബൈക്കിലും അതുപോലെ സ്കൂട്ടറിലും മറ്റു വണ്ടികളിലും പിന്നെ കാൽനടയായിട്ടൊക്കെ ബീഹാറിൽ സഞ്ചരിക്കാൻ വേണ്ടി നിന്നേക്കണ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് ചാനലുകൾ, പ്രത്യേകിച്ചും ഇംഗ്ലീഷ് ഹിന്ദി ചാനലുകളൊക്കെ തന്നെ ഇതെടുത്ത് വെച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിൽ ചർച്ച ചെയ്യുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് അറിയാമോ? പ്രജ്വൽ രേവണ്ണയുടെ കേസിൽ, ഹത്രാസിൽ, അതുപോലെ തന്നെ കൽക്കട്ടയിലെ മറ്റേ ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടർ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ, നിങ്ങൾ ഓർത്തിരിക്കണം, ആ കൽക്കട്ടയിൽ ഒരു ഡോക്ടർ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ഇന്ത്യ മുഴുവൻ വലിയ ജനരോഷമുണ്ടായ കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ ജനരോഷമുണ്ടായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ കോൺഗ്രസ് എടുത്തിട്ടുള്ള നിലപാടുകൾ എവിടെ പോയി എന്നാണ് ചോദിക്കുന്നത്. രാഹുൽ ഗാന്ധി ഇതിനാദ്യം മറുപടി പറയണത് എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിക്കണം. ഒരു ഡിബേറ്റിൽ ഇരുന്ന് ചോദിക്കുന്ന ചോദ്യമാണ്. അത്ര ഒരു രാഹുൽ ഗാന്ധിയുടെ വളരെ ക്ലോസ് എയ്ഡായിട്ടുള്ള ഒരാൾ അത്തരത്തിലുള്ള ഒരാളെ ഈ പറയുന്ന ഇത്തരത്തിൽ നിരവധി സ്ത്രീകളെ പീഡിപ്പിച്ചുവെന്നും അതുപോലെ തന്നെ ഗർഭിണിയാക്കിയെന്നും അതുപോലെ അവരെ വട്ടമിട്ട് പിടിക്കുമെന്നും ഒരു പ്രഡേറ്റർ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ മറ്റേ അവതാരികയ്ക്കിരുന്ന് ഗംഭീരമായി തകർക്കാണ് കടി ചെയ്തേക്കണം. ഈ ചോദ്യങ്ങൾക്ക്, ഈ വോട്ട് ചോരി എന്ന് പറയുന്നതിന് ഇടക്കൂടി കോൺഗ്രസ് നേതൃത്വം മറുപടി പറയാൻ നിൽക്കണം. കോൺഗ്രസിന് അങ്ങനെ മറുപടി പറയാനുള്ള പ്രൊപ്പഗാൻഡ മിസ്റ്ററിയും ഇല്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കോൺഗ്രസിന് ആകെ ഉള്ളതെന്ന്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കൂടെ നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ കോൺഗ്രസിനുള്ളത് ഒരു ലെഫ്റ്റ് അല്ലെങ്കിൽ ഒരു ബ്രോഡർ ലെഫ്റ്റായിട്ട് നിൽക്കുന്ന നിരവധി സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അപ്പർ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകൾ കാണുന്ന ഇംഗ്ലീഷ് ചാനലുകളൊക്കെ തന്നെ ഇത് അതിഗംഭീരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അവരുടെ അജണ്ടയാണെന്ന് നമുക്ക് പറയാം. പക്ഷെ അജണ്ടയാണെന്ന് പറയുമ്പോഴുള്ള പ്രശ്നം എന്താ? ഈ 1300 കിലോമീറ്റർ ഇപ്പോൾ ബീഹാറിൽ വോട്ട് ചോരി യാത്ര നടക്കുമ്പോൾ ശരിക്കും അത് ഇന്ത്യ മുഴുവൻ ഏറ്റവും കുറഞ്ഞ പക്ഷം കാണിക്കേണ്ടി വരും എന്നുള്ള ലെവലിലേക്ക് യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ മാറി തുടങ്ങുമായിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിട്ടുള്ള ചില വ്യത്യാസങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യയിലെ ഗോദി മീഡിയ എന്നൊക്കെ വിളിക്കുന്ന മാധ്യമങ്ങൾ പോലും യഥാർത്ഥത്തിൽ ഈ പറയുന്ന രാഹുൽ ഗാന്ധിയെ പേഴ്സണലി അറ്റാക്ക് ചെയ്തിട്ടുള്ള മറ്റൊരു സംഭവം ഉണ്ടായിട്ടില്ല. ആ സംഭവം ഉള്ളപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഇനി ഇവിടെ എന്താ സംഭവിക്കുന്നത്? അപ്പോൾ ഇവിടെ ഇതേ രാഹുൽ എന്ന് പറയുന്ന നമ്മുടെ രാഹുൽ മാങ്കൂട്ടൻ തന്നെ എന്ത് ചെയ്യുന്നു? അയാളെ അപമാനിച്ചു, അയാളെ പരിഹസിച്ചു, അയാളെ ആകെ മോശമാക്കി. പക്ഷെ അയാൾ എന്ത് ചെയ്തു? പോരാട്ടം തുടർന്നു എന്നൊക്കെ പറഞ്ഞിട്ടേക്കാണ്. എന്ന് പറഞ്ഞാൽ അതിൽ ശരിക്കും പറഞ്ഞാൽ പുള്ളി ഉദ്ദേശിച്ചേക്കണത്, രാഹുൽ മാങ്കൂട്ടൻ ഉദ്ദേശിച്ചേക്കണത് രാഹുലിനെ മാറ്റി നിർത്തിയിട്ട് പേരിന് രാഹുൽ ഗാന്ധിയുടെ പടം ഇട്ടിട്ടുണ്ടെങ്കിൽ പുള്ളിനെ തന്നെ ഉദ്ദേശിച്ചേക്കണം. അതായത് രാഹുൽ മാങ്കൂട്ടൻ നടത്തിയ പോരാട്ടങ്ങളാണ് ഈ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വോയിസ് ക്ലിപ്പായിട്ട്. ഗർഭം കലക്കാനുള്ള ഗുളിക കൊടുക്കുന്നതും ബാക്കിയുള്ളതൊക്കെയാണ് പോരാട്ടത്തിൻ്റെ ഭാഗം. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിലെ ആത്മാഭിമാനമുള്ള കോൺഗ്രസ്സുകാർ അതിനെതിരെ വന്ന് ശബ്ദിക്കേണ്ടതാണ്. നിങ്ങൾ ആ പോസ്റ്റ് പിൻവലിക്കണമെന്ന് പറയേണ്ടതാണ് രാഹുൽ മാങ്കൂട്ടത്തിലുള്ള. ഇത് പാർട്ടിക്കൊക്കെ നാണക്കേടാന്ന് പറയുന്നത്. ഇതടക്കം ഈ നാഷണൽ മീഡിയ എടുത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഒന്ന് ആലോചിച്ച് നോക്ക്. കോൺഗ്രസിന് ഏതാണ്ട് 650 വരുന്ന MLA-മാരുണ്ട് ഇന്ത്യയിലെമ്പാടും തന്നെ. ആ 650 വരുന്ന MLA-മാർ 4030 MLA-മാരിൽ 650 വരെ MLA-മാരുണ്ട്. ഒരു MLA-നും ചുമക്കേണ്ട ആവശ്യം രാഹുൽ ഗാന്ധിക്ക് ഒട്ടൂല. അപ്പൊ അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വടി കൊടുത്തേക്കാണ്. ഇവിടെ യഥാർത്ഥത്തിൽ പിണറായി വിജയന്റെ കയ്യിലേക്ക് ഒരു ആയുധം കൊടുത്തിട്ട് കൈകെട്ടി നിൽക്കുകയാണ്. അതായത് ഞങ്ങളെ തല്ലിക്കോന്ന് പറഞ്ഞ് കോൺഗ്രസ് നിൽക്കുകയാണെങ്കിൽ നാഷണൽ ലെവലിൽ ഇത് നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ 1 മിനിറ്റ് വൈകാതെ ഈ MLA സ്ഥാനം രാജിവെപ്പിച്ച് എന്ത് ചെയ്യണതാണ്, പടിയടിച്ച് പല പാർട്ടിക്ക് പുറത്താക്കേണ്ട കാര്യമാണ്. ആരെങ്കിലും പാർട്ടിയിലൊക്കെ നിരവധി കാര്യങ്ങളുണ്ടാവും, പരസ്പരം ബന്ധമുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ ഉപേക്ഷിച്ച് സമ്മതപ്രകാരം ചെയ്യുന്നവരുണ്ടാവും, സെക്സ് ചെയ്യുന്നവരുണ്ടാവും, ലൈംഗികതയുള്ളവരുണ്ടാവും. അതൊന്നും ഈ നാട്ടിൽ പ്രശ്നമല്ല. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് ഒരുത്തൻ ആദ്യത്തെ ഫ്രം ദ ബിഗിനിങ് ഇറ്റ് സെൽഫ് ഇരപിടിക്കാനുള്ള വ്യഗ്രതയോടുകൂടി 5 സെക്കൻഡ് കൊണ്ട് വായിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ഈ പറഞ്ഞ പോലെ മാഞ്ഞു പോകുന്ന ടെലഗ്രാം ചാറ്റുകളെല്ലാം എടുത്തുകൊണ്ട് ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പം ഈ അവന്തികയുടെ കേസിൽ ഇന്നലെ പറഞ്ഞപ്പോൾ അവന്തിക്ക് ഒരൊറ്റ ചോദ്യം ചോദിച്ചു. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മിണ്ടാട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രദ്ധിച്ചാൽ പറയണം, നമ്മൾ കേട്ടാൽ തന്നെ മനസ്സിലാവും അവൻ്റെ ഭയം. എൻ്റെ സുഹൃത്താണ്, ഇപ്പോഴും എൻ്റെ സുഹൃത്താണെന്ന് പറഞ്ഞുകൊണ്ട് പറയണം. അവന്തിക്ക് ചോദിച്ചൊരു കാര്യമുണ്ട്, നിങ്ങൾ ടെലഗ്രാമിലൊന്ന് ചാറ്റ് പുറത്തേക്ക് വിടുന്നത്. അപ്പം അതുകൊണ്ട് ഒന്ന് ആലോചിച്ച് പ്രജ്വൽ രേവണ്ണ, മറ്റേ ഹത്രാസ്, അതുപോലെ തന്നെ ഈ പറയുന്ന കൽക്കട്ട മെഡിക്കൽ കോളേജിൽ വെച്ച് മറ്റേ ഡോക്ടർ പീഡിപ്പിക്കപ്പെട്ടപ്പോഴൊക്കെ വലിയ ആർജവമായിരുന്നല്ലോ, എന്തേ നിങ്ങൾക്ക് വാതുറക്കാൻ പറ്റുന്നില്ലെന്ന് രാഹുൽ ഗാന്ധിയോട് ചോദിക്കുകയാണ്. ഏത് ഈ വോട്ട് ചോറി വിവാദമുണ്ടായി 6 മാസം ഒരു മഹാദേവപുര എന്ന് പറഞ്ഞ മണ്ഡലത്തെക്കുറിച്ച് പഠിച്ച് അതിൻ്റെ അലയൊലികൾ ഇന്ത്യ ആകെ ഈ പറഞ്ഞ പോലെ പ്രശ്നമായി. യഥാർത്ഥത്തിൽ മറ്റേ ഇവരെ അനുകൂലിക്കുന്ന ആളുകൾ പോലും, ഇപ്പം ശ്രീജിത്ത് പണിക്കരൊക്കെ പോലും പറഞ്ഞു, അതായത് ഈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് സ്വയം അവരുടെ വിശ്വാസ്യത ന്യായീകരിക്കേണ്ട ആവശ്യം ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞാൽ കുറഞ്ഞിട്ടാണല്ലോ. അങ്ങനെ കുറഞ്ഞ് പിന്നെ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിനിടക്ക് കൂടി ഈ പണി ചെയ്യേണ്ടി വരികയാണ്. ഇനി ഇത് ഇവിടം കൊണ്ട് ഇപ്പോൾ അവസാനിക്കുമോ? പിന്നെ രാജിവെച്ചെങ്കിൽ ഇവിടം കൊണ്ട് അവസാനിച്ചാണ്. ഇനിയിപ്പോൾ ആ പ്രചരണത്തിന് കൊഴുപ്പ് കൂടും. രാഹുൽ ഗാന്ധിയും ഈ രാഹുൽ മാങ്കൂട്ടവുമായിട്ട് നിൽക്കുന്ന നിരവധി ഫോട്ടോകൾ ഇപ്പോൾ സൈബർ വിങ്ങുകളെടുത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ ചോദ്യങ്ങളുമായിട്ട് ഇന്ത്യയിൽ മുഴുവൻ, ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഈ പറഞ്ഞ പോലെ ഒക്കെ തന്നെ ചാനലുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡിഫെൻഡ് ചെയ്യാൻ കോൺഗ്രസിൻ്റെ ആരും തന്നെ ഇല്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ കോൺഗ്രസിനെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു ഈ പറയുന്ന രാഹുൽ ഗാന്ധിയെ പോലൊരു മനുഷ്യൻ ഇതിനൊക്കെ മറുപടി പറയേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കുന്ന വലിയ ഗതികേടിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്നിട്ടാണ് ഇവിടെയുള്ള ശരിക്കും കോൺഗ്രസ് ഈ സസ്പെൻഷനൊക്കെ നടത്തിയിരിക്കുന്നത്. പോരാ, തീർച്ചയായിട്ടും ഏറ്റവും കുറഞ്ഞ പക്ഷം രാഹുൽ ഗാന്ധിയും തന്നെയും കൂടി ഉപമിച്ചുകൊണ്ടുള്ള പോസ്റ്റ് ഇടരുതെന്നെങ്കിലും പറയണം.